ബിഗ് ബോസിൽ ഇന്നൊരു ടാസ്കിലൂടെയാണ് സേവ് ആയവരെയും അതുപോലെ എലിമിനേറ്റ് ആയവരെയും അവർ നമ്മളെ അറിയിച്ചത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടീമിലുള്ള ആളുകൾ ഒരു കാർഡ് എടുക്കും. ആ കാർഡ് നോക്കിയിട്ട് സേവ് ആയവരെ മാലയിട്ട് സ്വീകരിക്കും. എലിമിനേഷൻ അതായത് നോമിനേഷനുള്ള ആൾക്കാർ വെളിയിൽ ഒരു ബോക്സിനുള്ളിൽ, ഒരു സ്ക്വയർ ബോക്സിനുള്ളിൽ, റെഡ് കളറിലെ ബോക്സിനുള്ളിൽ കയറി നിൽക്കും. ഇതായിരുന്നു ടാസ്ക്. അങ്ങനെ വന്ന് ഓരോരുത്തർ വന്നിട്ട് മാലയിട്ട് സ്വീകരിക്കുന്നുണ്ട്. ലാസ്റ്റിൽ അഭിഷേക് പുറത്തായിട്ടുണ്ട്. അഭിഷേക് നമ്മൾ പുറത്തായ കാര്യം നേരത്തെ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അഭിഷേക് പുറത്തായി പോയിട്ടുണ്ട്. അഭിഷേകിന് തൊട്ട് മുമ്പ്, അതായത് ലാസ്റ്റ് അഭിഷേകിൻ്റെ പേര് വരുന്നതിന് മുമ്പ് ജാസ്മിൻ്റെ പേരാണ് ആ കാർഡിലുണ്ടായിരുന്നത്. അപ്പം കാർഡിൽ ജാസ്മിൻ്റെ പേര് അവരുടെ മുന്നേ വന്ന ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ഗബ്രി ജാസ്മിന് മാലയിടാൻ വേണ്ടിയിട്ടായിരിക്കും. കഴിഞ്ഞ ഒരു 3-4 പേര് സേവ് ആയപ്പോഴും ആരും മാലയിട്ടില്ല. ഗബ്രി മാലയിട്ടില്ല. ബാക്കി ആളുകളാണ് മാലയിട്ട് സ്വീകരിച്ചത്. അപ്പം ജാസ്മിന് മാലയിടാൻ വേണ്ടി മനഃപൂർവ്വം ഗബ്രി നേരത്തെ മാലയിടാതിരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗബ്രി ജാസ്മിൻ്റെ പേരാണെന്നറിഞ്ഞതും മാലയെടുത്ത് കൈ പിടിച്ചിട്ട് പെട്ടെന്ന് മാലയെടുത്ത് ജാസ്മിൻ്റെ കഴുത്തിലേക്ക് ഇട്ടു. എന്നിട്ട് അവരുടെ ഒരു സന്തോഷവും കെട്ടിപ്പിടുത്തവും ബഹളമൊക്കെ നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്തായാലും ബിഗ് ബോസ് അണ്ണൻ്റെ ഒരു കളി തന്നെയാണിത്. കാരണം ഗബ്രി തന്നെ ജാസ്മിന് മാല ഇടുമെന്ന് ബിഗ് ബോസിന് അറിയാം. അത്തരത്തിലുള്ള ഒരു ടാസ്ക്കാണ് കൊടുത്തതും. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.